ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ വട്ടായി ചാട്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു വീഡിയോ ആണ്. ഇത് ചെറിയൊരു വാട്ടർഫാൾസാണ്. ഇത് അധികം ആരും ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലമായിരിക്കും. ചേപ്പാറ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്, ചെറുത് തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്താണ്, ഒരു കിലോമീറ്ററിന് ചുറ്റളവിലുള്ള സ്ഥലം. ഇപ്പോൾ പുതിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നു വരുന്നുള്ളൂ. റോഡും കാര്യങ്ങളൊക്കെ പണി കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. ഈ സ്ഥലം ഭയങ്കര പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ രസമാണ് സംഭവം. നമ്മളിത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് പോവാൻ വഴിയൊക്കെ പുതിയ വഴിയാന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് ഇറങ്ങണത്. ഒരു ചെറിയൊരു ഫോറസ്റ്റാണ്. ഇതിങ്ങനെ ഒരു തോട് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നത് അധികം ആരും അറിയാത്തൊരു പ്ലേസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ പോലെയാണ് ഈ സംഭവം. ഇങ്ങനെ നല്ല ശുദ്ധമായ വെള്ളം, പാറയുടെ മീതുന്നായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. നല്ല സൂപ്പറാണ് സംഭവം, അടിപൊളിയാണ്. ഇതധികം ആരും കാണാത്തൊരു പ്ലേസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് ഈ പേര് തന്നെ കേട്ടാൽ അറിയാം, വട്ടായി ചാട്ടം എന്നുള്ളൊരു സ്ഥലമാണ്. ഇത് ഫുള്ള് ഫോറസ്റ്റ് ആണിത്. പക്ഷെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് ആയിട്ട് നല്ല കാടുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ളൊരു തോടും ഒരു വെള്ളച്ചാട്ടവും. ഇത് ശരിക്കും കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. അതിങ്ങനെ ഭയങ്കര സെറ്റപ്പായുണ്ട് കാണാം. ഒരു അരുവി തന്നെ, ശരിക്കും പറഞ്ഞൊരു അരുവി മോഡൽ തന്നെ അങ്ങനെ പോകുന്നത്. അത് പിന്നീട് അത് വലിയൊരു ഇതിലൊക്കെ ആയിട്ട് മാറുകയാണ്. വെള്ളം നേരെ വന്നിട്ട് ഇതിന് ബാക്കിലൊരു വലിയൊരു കോറിയാണ്, വമ്പൻ കോറി. ഈ കോറിയിലേക്ക് വരികയാണ്. ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു തോടാണ്. ഇത് 2 സെക്ഷനായിട്ടാണ് ഈ വെള്ളച്ചാട്ടം. മുകളിൽ നിന്നും ഒരു വെള്ളച്ചാട്ടം വരുന്നു, അത് താഴത്തേക്കെത്തി. താഴത്തിപ്പോൾ നേരത്തെ കണ്ട പോലത്തെ ഒരു വെള്ളച്ചാട്ടം താഴത്തേക്കും പോകുന്നു. ഈ ഭാഗത്ത് എല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും തോടുകളും അരുവികളൊക്കെ ആയിട്ട് ഇങ്ങനെ
ആ കാണുന്നതാണ് മെയിനായിട്ട് ഫസ്റ്റ് വരുന്ന വെള്ളച്ചാട്ടം അതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു തോടായി പോയി. ഇതൊക്കെ അതിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള അരുവികളാണ്. ഇത് സത്യം പറയണേ ഇത് ഭയങ്കര രസമാണത്. ഇത് നമ്മളെ ഈ അടുത്ത പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം, ഈ മിനി ആതിരപ്പള്ളി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ആർക്കും അറിയില്ല അത്. എന്തായാലും ഇതെല്ലാം കണ്ടിട്ട് പുതിയ പുതിയ ആളുകളൊക്കെ വരട്ടെ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഫാമിലി ഫ്രണ്ട്ലി എന്ന് പറയാം. ലേഡീസിനൊക്കെ വളരെ സുരക്ഷിതമായിട്ട് അധികം ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല, എൻജോയ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ക്യാമറയുടെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കാം, എന്നാലും അത് ലേഡീസിനൊക്കെ ഭയങ്കര സുരക്ഷിതമാണ്. കാരണം പ്രത്യേകിച്ച് ഒഴുക്ക് കാര്യങ്ങളൊന്നുമില്ല, അത്ര വലിയൊരു ഫോഴ്സും ഇല്ല, ആഴവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ഒഴിവ് സമയം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. കാരണം ഇത്രയും മഴയുള്ള സമയത്തും ഇവിടെ അപകട സാധ്യത വളരെ കുറവാണ്. എന്നാലും അപകടമുണ്ട്, എന്നിരുന്നാലും കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവിടെ അത്രയും നന്നായിട്ടാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആഴങ്ങൾ കുറവായിരിക്കാം. എന്തായാലും നല്ല രസമുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ് ഇങ്ങനൊരു സംഭവം. പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി ഗ്രാമമാണ്. ആ വെള്ളച്ചാട്ടം വന്നിട്ട് ഇവിടേക്ക് ഇതേപോലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമായി മാറും. പിന്നെ വീണ്ടും ഇതിൻ്റെ അടിയിലേക്കായിട്ടാണ് വരിക. ചേപ്പാറ എന്ന് പറയുന്ന റോക്ക് ഗാർഡൻ ഇതാണത്, പാർക്കാണത്. ഇതിൻ്റെ അടുത്താണ് നമ്മൾ കണ്ട ആ വാട്ടർഫാൾസ്. ചേപ്പാറ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പോൾ രാത്രി കുറച്ച് ഇരുട്ടായി, ഇപ്പോൾ കയറുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നൊരു ദിവസം നമ്മൾ ചേപ്പാറനെ കവർ ചെയ്യുന്നതാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണത്. പക്ഷെ ഇതിൻ്റെ അടുത്താണ് മറ്റേ വാട്ടർഫാൾസ് ഉള്ളത്. അത് അധികം ആർക്കും അറിയില്ല.